ഇന്ന് രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ ശക്തമായ കടൽക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തെക്കൻ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ പോലും കോഴിക്കോട് അടക്കമുള്ള വടക്കൻ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള അലേർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 9 മണിയോടുകൂടി തന്നെ അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശാന്തിനഗർ ബട്ട് റോഡ് മേഖലകളിലൊക്കെ വലിയ തരത്തിൽ കടൽക്ഷോഭം ഉണ്ടാകുന്നു. ഏതാണ്ട് 15-20ഓളം വീടുകളിൽ ഈ ഘട്ടത്തിൽ തന്നെ 9 മണിയോടുകൂടി തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഏതാണ്ട് 750ഓളം മീറ്റർ ദൂരത്തിൽ കടൽ ഭിത്തി നാശോന്മുഖമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കടൽ ഭിത്തി തിരമാലകളിൽപ്പെട്ട് തകർന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്ന് വളരെ കാലമായി ഈ മേഖലയിലൊക്കെ നിരന്തരമായി ഈ കടൽക്ഷോഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇതിനൊപ്പമാണ് ഇന്നിപ്പോൾ ഈ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഈ മേഖലകളിലേക്ക് വീടുകളിൽ ശക്തമായുള്ള കടൽക്ഷോഭം ഉണ്ടാകുകയും വെള്ളം അടിച്ചു കയറുകയും ചെയ്ത് ഈ വീടിനകത്തൊക്കെ ഈ മുറികളിലൊക്കെ കിടപ്പുമുറികളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലൊക്കെ താമസിക്കുന്ന ആളുകൾ നമുക്കൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് ഏത് സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്? ഒരു 8:30 മുതൽ ഞാൻ എൻ്റെ ഒരു ജോലി കഴിഞ്ഞ് ഞങ്ങൾ വരുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിൽ കൂടെ ഒരു ഇടവഴിയുണ്ട്, അതിൽ കൂടെ വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വയസ്സായ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ റൂമിൻ്റെ അകത്തൊക്കെ വെള്ളമാണ്. ഇവിടെ കുട്ടികളുണ്ടോ? ഇവിടെ കുട്ടികൾ, ചെറിയൊരു കുട്ടിയുണ്ട്, മല പിടിക്കുന്നൊരു കുട്ടിയുണ്ട്, ചെറിയൊരു കുട്ടിയാണ്. പിന്നെ ഒരാൾ സ്ട്രോക്ക് വന്ന ഒരാൾ, അങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയ ആൾ, വയസ്സായ ആൾക്കാർ. ഇപ്പോൾ നിലവിലെ കടൽ ഭിത്തി തകർന്നിട്ട് എത്ര കാലമായി? ഇത് തകർന്നിട്ടോ, ഇത് ഇട്ടിട്ട് 2001 ഈ ഭിത്തി ഇവിടെ ഇട്ടിരിക്കുന്ന ഭിത്തി. പിന്നെ അത് കഴിഞ്ഞു ഇപ്പോൾ 2 മാസം മുമ്പാണ് ഞങ്ങളെ ഭാഗത്ത് ഇട്ടിരിക്കുന്നത്. അത് എന്താ പകുതി അത് 250 മീറ്റർ ഒഴിവാക്കിയിട്ട് ഇവർ ബാക്കിയെല്ലാം ഇട്ടിരിക്കുന്നത്. അത് ചെറിയ കല്ലുകളാണ് ഇട്ടിരിക്കുന്നത്. അത് തിര അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കല്ലും കൂടി ചേർന്നും കൂടെ വരും. അത് വലിയൊരു അപകടം ഉണ്ടാക്കുന്നു ആണല്ലോ. അത് തീർച്ചയും കൂടെ വരില്ല, മുറ്റത്തേക്ക് എത്തും. അത് തിരേൻ്റെ ശക്തിയിൽ അതും കൂടെ വരിക. എന്തുകൊണ്ടാണ് ഇവിടെ കടൽ ഭിത്തി പുനർനിർമ്മിക്കാത്തത്? ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് അതായത് 11 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഇത് വന്നത്. 11 വർഷത്തിൽ ഈ കല്ലിൻ്റെ സൈഡിൽ ഞങ്ങൾ ഷെഡ് കെട്ടി താമസിച്ചായിരുന്നു ഈ പുതിയ വീട് വന്ന സമയത്ത്. അന്നൊന്നും ഇങ്ങനത്തെ തരയില്ലായിരുന്നു. അത് കഴിഞ്ഞു പിന്നീടാണ് ഇങ്ങനെ ഈ പുതിയ ഹാർബറും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കരയില്ലാണ്ടായിപ്പോയത്. പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ കൊല്ലവും ഇത് തന്നെയാണ്. വെള്ളം കയറുക, ഞങ്ങൾ പത്രക്കാരെ വിളിക്കുക, പോലീസുകാരെ വിളിക്കുക, ക്യാമ്പിൽ പോയി താമസിക്കുക, തിരിച്ചു വരിക, കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ്. എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള തൊട്ടാണ് അധികാരികൾ ഇടപെട്ട് കുറേ ആൾക്കാർക്ക് ഫണ്ടും കാര്യങ്ങളും കൊടുത്ത്. പിന്നെ ഈ 2 മാസം മുമ്പ് ഈ ഫണ്ടൊക്കെ ഇവിടെ ഇട്ട് താൽക്കാലികമായിട്ട് ഇട്ട്. ഇപ്പം ഈ വിട്ട ഭാഗം ഒന്ന് പൂരിപ്പിച്ചാൽ മതി, അധികാരികൾ അത് ചെയ്താൽ മതി. വിട്ട ഭാഗം പൂരിപ്പിച്ചാൽ മതി. വിട്ടത് 250 മീറ്റർ ഉണ്ട്, അത് ഫുള്ളാക്കിയാൽ മതി, വേറൊന്നുമില്ല. അധികാരികളോട്, അതായത് MP യോട്, ജനപ്രതിനിധികളോടൊന്നും പറഞ്ഞിട്ടില്ല? ഇതിനു മുമ്പ് നമ്മൾ കളക്ടറടുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് അവർ വടക്ക് ഭാഗത്ത് കല്ലൊക്കെ കൊണ്ടിട്ടായിരുന്നു. പിന്നെ ഈ ഭാഗം കൊണ്ട് ഒഴിവാക്കി. ഈ ഭാഗം സംസാരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. നിരന്തരം കടൽക്ഷോഭം ഉണ്ടാവും. അതൊക്കെ വീട്ടിലകത്തേക്ക് കയറും. വീട്ടിലെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും. ഏതായാലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഏതാണ്ട് 250ഓളം മീറ്റർ ദൂരത്തിൽ കടൽ ഭിത്തി ഇല്ലാതെ വിട്ടുകളഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അതിന് ചെറിയ കല്ലുകൾ ഇവിടെ പാകിയിട്ടുണ്ട്. ഈ കല്ലുകൾ തിരമാലകളിൽപ്പെട്ട് അടിച്ച് വീടിനകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കുട്ടികളടക്കം, അതോടൊപ്പം തന്നെ പ്രായമായവർ അടക്കമുള്ള വീടുകളിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യം രൂപപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിട്ട ഭാഗം പൂരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. കാരണം മഴയൊക്കെ വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കടൽക്ഷോഭം അടക്കമുള്ള സാഹചര്യങ്ങൾ രൂക്ഷമാകാൻ ഇടയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.